ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. അരമണിക്കൂർ പോലും വേണ്ട നമുക്ക് ഈ ഉച്ചയൂണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു കിഴങ്ങ് വെച്ചിട്ടൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 3 ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം ചെറിയ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം മാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്കൊരു ചെറിയ ജാർ എടുക്കണം മിക്സിയുടെ. പിന്നെ അതിലേക്ക് നമുക്കൊരു 15 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ ചുവന്നുള്ളിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 ചുവന്നുള്ളി മതിയാകും. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതും ചെറിയ വെളുത്തുള്ളി ആയിരുന്നു. വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 അല്ലിയോളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ 3 വറ്റൽമുളക് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുത്തു. എന്നിട്ട് നല്ല തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കാൻ പാടില്ല, ഒത്തിരി ലൂസായും പോകരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ഇടിച്ച ചമ്മന്തിയൊക്കെ തയ്യാറാക്കത്തില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്ന് ചതഞ്ഞ് കിട്ടണം, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഈ കിഴങ്ങിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടാണിത്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ ഈ കിഴങ്ങിൻ്റെ കറിക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കണം. പാൻ ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് നമ്മുടെ ഈ ഒരു കിഴങ്ങിൻ്റെ മസാലയ്ക്ക്. ഇനി നമുക്ക് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മിക്സ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴേക്ക് നമ്മളുടെ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരും. ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നമ്മുടെ ഈ ചുവന്നുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വേണം നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വഴറ്റാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ അധികം എരിവൊന്നും വേണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം നമ്മൾ കാശ്മീരി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാകുമ്പോൾ ഒരു കളറും കൂടെ കിട്ടും. ഓൾറെഡി നമ്മൾ വറ്റൽമുളക് കൂടെ ചേർത്താണ് ചതച്ചിട്ടാണ് മസാല തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് കാശ്മീരി ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കണം. കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് ഈ മസാലയും കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ റെസിപ്പി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. കിഴങ്ങാണെന്ന് പറഞ്ഞാലും നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അത് തനിയെ വെന്ത് കിട്ടിക്കോളും. നമ്മൾ എക്സ്ട്രാ വെള്ളമോ ഒന്നും ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ മസാലയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറും. ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് നമ്മൾ വേറെ എക്സ്ട്രാ മുളക് പൊടിയോ അല്ലെങ്കിൽ എക്സ്ട്രാ മസാലകളോ ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇത്രയും ഒരു മസാലയിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ചോറിനോടെ കഴിക്കാനും അതുപോലെ ചപ്പാത്തിയോടെ കഴിക്കാനും നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയായത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. ചപ്പാത്തിയോടെ കഴിക്കാൻ അടിപൊളിയൊരു റെസിപ്പിയായത്. അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ 2-3 മിനിറ്റ് കഴിയുമ്പോഴും നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കണം ഇത് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു 2-3 തവണ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ കിഴങ്ങൊക്കെ ഞാൻ അടച്ച് കുക്ക് ചെയ്തപ്പോഴത്തേന് കിഴങ്ങിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അധികം പച്ചക്കറികൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ചെയ്തെടുക്കാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് കിഴങ്ങൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു. വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും മാത്രമല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഞാനിവിടെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് വെറുതെ ആണെങ്കിലും ഇങ്ങനെ കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. കിഴങ്ങ് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ളൊരു വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ അത് കാരണം നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് ഒട്ടും കുഴയാത്ത ഒരു മെഴുക്ക് പുരട്ടിയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, അതായത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ മുകളിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ അതൊന്നും വേണ്ടായിരുന്നു. ജസ്റ്റ് ഇത്രയും മെഴുക്ക് പുരട്ടി ആയി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്.
മസാല ചതച്ച് ഒരു തവണയെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കുന്നത് മീൻ പൊരിച്ചതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മീനും കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നന്നായി ചൂടായി വരുമ്പം മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം മീൻ കറി വെക്കാൻ വേണ്ടി കുറച്ച് മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കേണ്ടതുകൊണ്ട് ജസ്റ്റ് മീൻ ഫ്രൈ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. ഞാനും മോനും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് മതിയെന്ന് കരുതി അങ്ങനെ മീൻ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചു. ഇനി നമുക്ക് മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സമയം കൊണ്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും സവാളയും ഉപ്പും ഒക്കെ ചേർത്ത് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മീൻ പൊരിച്ച ഈ ഒരു ഫ്രൈ പാനിലേക്ക് തന്നെ മുട്ടയുടെ മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതാകുമ്പം മീൻ പൊരിച്ച ആ ഒരു മസാലയുടെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് ഒരു പാത്രം കൂടെ ലാഭിക്കാം. പാത്രം കഴുകാതെ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. വേറൊരു പാത്രം എടുക്കുകയാണെങ്കിൽ ഈ പാത്രവും കഴുകണം, അതുപോലെ തന്നെ മുട്ട പൊരിക്കുന്ന ആ ഒരു പാത്രവും കഴുകണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതാണ്. ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് കാരണം ഞാനിപ്പം ഈ മീൻ പൊരിച്ച ആ പാത്രത്തിലേക്ക് ചേർത്ത് തന്നെ ഈ മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു സലാഡും കൂടെ തയ്യാറാക്കണം. അതിനുവേണ്ടി സവാളയും തക്കാളിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. കാരണം സവാളയിലെയും തക്കാളിയിലെയും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു സലാഡിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. സാധാരണ നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളക് കട്ട് ചെയ്തും ഉപ്പൊക്കെ ചേർത്ത് തൈരും ചേർത്ത് മിക്സ് ആക്കി എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്ത് സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം തൈരും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി മാറ്റി വെച്ചു. അങ്ങനെ നമുക്ക് അരമണിക്കൂർ പോലും എടുത്തില്ല നമ്മളുടെ റെസിപ്പീസൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട്. പിന്നെ രാവിലെ നമ്മൾ കുക്കറിൽ ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിപ്പോൾ ഉച്ചയായി. അങ്ങനെ നമുക്കിനി ചോറൊക്കെ കഴിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സലാഡ് റെഡിയായി. അതുപോലെ തന്നെ മീൻ പൊരിച്ചെടുത്തു, മുട്ട പൊരിച്ചു, കിഴങ്ങ് മെഴുക്കുവരട്ടി തയ്യാറാക്കി. പിന്നെ രാവിലെ നമുക്കിവിടെ പുട്ടും പപ്പടവുമായിരുന്നു. അപ്പോൾ കുറച്ച് പപ്പടം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കൂട്ടിയിട്ടാണ് നമ്മളിന്നിവിടെ ചോറ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പച്ചക്കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ആയിരുന്നു ഇത്. എല്ലാവരും വീഡിയോ തയ്യാറാക്കുന്നതാകാം. എന്നാലും ഞാൻ എൻ്റെ ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനലിൽ വീഡിയോസ് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്ത് പോവുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം. ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.